ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് കുറച്ച് പേര് പറയുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യണം, സ്കിൻ കെയർ ചലഞ്ച് നമുക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. നമ്മുടെ ചാനലിൽ നമ്മൾ അങ്ങനെ സ്കിൻ കെയർ ചലഞ്ചും കാര്യങ്ങളൊന്നും അധികമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു 30 ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ച് ആണ്. അപ്പോൾ നമുക്ക് ഡെയിലി സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് ചെയ്യുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ നമ്മുടെ ഫേസിൽ നമ്മൾ ഫേസ് പാക്കുകളും കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ. അന്നത്തെ ദിവസം മാത്രമേ നമുക്ക് വീഡിയോസ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമ്മൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ഹെയർ കെയർ, അടുത്ത ദിവസം സ്കിൻ കെയർ, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ സ്കിൻ കെയർ ചലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് വലിയ പൈസ മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കും കേട്ടോ നമ്മൾ സ്കിൻ കെയർ ചലഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ അങ്ങനെ മാത്രമേ എൻ്റെ ഫേസിൽ ചെയ്യാറുള്ളൂ, അത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. പിന്നെ സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നത് നമ്മൾ വെളുക്കാൻ വേണ്ടി ചെയ്യുന്ന, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എന്താണോ നമ്മുടെ യഥാർത്ഥ കളർ അത് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചിലവർക്ക് ഇപ്പോൾ ഫേസിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഒരു ക്രീം പോലും ഫേസിൽ ഇടാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ചിലവർ ഇതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മുടെ ഫേസിൽ എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാനും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേസ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടില്ല, ജസ്റ്റ് ഒന്ന് ലിപ് ബാം മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല പ്രശ്നങ്ങളുണ്ട്, അത്യാവശ്യം ഡള്ളായിട്ടാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. കാരണം ഞാൻ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയൊക്കെ ആയി, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ബ്ലാക്ക് ഹെഡ്സ് അല്ല, വൈറ്റ് ഹെഡ്സ്, പിന്നെ കരിവാളിപ്പ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഫേസിലുണ്ട്. അപ്പോൾ എനിക്കും എന്തായാലും സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ചിൽ ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ ഡേ 1 നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നാച്ചുറൽ ക്ലീനപ്പ് ആണ്. അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലീനപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലീനപ്പ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലീനപ്പ് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മുടെ ഫേസിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാനും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലീനപ്പ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ക്ലീനപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് 6 സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ക്ലീനപ്പ് ചെയ്യുന്നത്. 6 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുമ്പോൾ കുറച്ച് പറയാനുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലീനപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈര് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തൈര് അല്ലെങ്കിൽ പാൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ട് നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസിൽ മൊത്തത്തിലൊന്ന് തേച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് എടുക്കാം കേട്ടോ. തൈര് ഒരുപാടൊന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ നെക്കും കൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ തൈര് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് എന്താ പറയുക, നമുക്ക് കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ട്, തൈര് അല്ലെങ്കിൽ പാല് അത് എടുത്തിട്ട് നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കോട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് പാല്, തൈര് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയാലും മതി കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ആ ഒരു അഴുക്കും പിന്നെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ
ക്ലീനപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മളൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇപ്പോൾ ക്ലെൻസ് ചെയ്തതിന്റെ തൈരൊന്നും കംപ്ലീറ്റ് പോയിട്ടില്ല, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. അപ്പോൾ സ്റ്റീമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ സ്റ്റീം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനിതാ പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു ടവൽ മുക്കിയിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് ആവി പിടിച്ചു കൊടുക്കുക. നമ്മൾ ഫേസ് ആവി പിടിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ പോസ് ഒക്കെ നന്നായിട്ടൊന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാനും ഡെഡ് ആയിട്ടുള്ള പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആവി പിടിച്ചു കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഇതിൽ ടവൽ മുക്കിയിട്ട് ഫേസിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 തവണ ഇതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് തന്നെ ഫേസ് സ്റ്റീം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വലിയ രീതിയിൽ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലായിട്ടുള്ളത് അവിടെ നന്നായിട്ട് തന്നെ നിങ്ങൾ സ്റ്റീം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ മൂക്കിൻ്റെ ഇവിടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. അപ്പോൾ സ്റ്റീമിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ക്ലീനപ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരു 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ മുഖക്കുരു അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആവാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ക്ലീനപ്പിലെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രബ് തയ്യാറാക്കണം. അപ്പോൾ സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്ക്രബ് നമ്മുടെ കോഫി സ്ക്രബ് തന്നെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു 2 സ്പൂൺ അളവിലാണ് കേട്ടോ കാപ്പിപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ മസാലക്കൂട്ടുള്ള കാപ്പിപ്പൊടി അത് നിങ്ങൾ ഉപയോഗിക്കരുത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ കാപ്പിപ്പൊടിയുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനിവിടെ 2 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. കാപ്പിപ്പൊടി എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക. പഞ്ചസാര പൊടിച്ചിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്തേക്ക് ഒരു കുഞ്ഞു സ്പൂൺ അളവിൽ ഞാൻ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്ക്രബ് ചെയ്യുമ്പോൾ ആ ഒരു ഡ്രൈനെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തേൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫേസിലേക്ക് മാത്രമാണ് നിങ്ങൾ പിന്നെ സ്ക്രബ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അളവിലൊന്നും ആവശ്യമില്ല. 1 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾക്ക് മതിയാവും. പിന്നെ നിങ്ങൾക്ക് കൈയോ കാലൊക്കെ പിന്നെ സ്ക്രബ് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ നിങ്ങൾ സ്ക്രബ് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പാല്, തൈര്, പിന്നെ അല്ലെങ്കിൽ വെറുതെ വെള്ളമാണെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇങ്ങനെ നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇതിനകത്തേക്ക് മുക്കിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ തക്കാളിയുടെ ജ്യൂസും കൂടി അതിനകത്തേക്ക് മിക്സ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി ഇതിനകത്തേക്ക് മുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി പറ്റില്ല എന്നാണെങ്കിൽ, തക്കാളി ഇല്ല എന്നല്ല, തക്കാളി ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് പിന്നെ നനച്ചിട്ട് സ്ക്രബ് തയ്യാറാക്കിയിട്ട് സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ കോഫി സ്ക്രബ് വിട്ടിട്ട് ഒരു കളിയില്ല എന്നുള്ളത്. സത്യമാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് തരുന്നതായതുകൊണ്ടാണ് ഞാൻ കോഫി സ്ക്രബ് തന്നെ ഉപയോഗിക്കുന്നത്. എനിക്ക് വേറെ ഏത് സ്ക്രബ് ഉപയോഗിച്ചാലും ആ ഒരു റിസൾട്ട് കിട്ടില്ല. കോഫി സ്ക്രബ് തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കോഫി എന്തെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാം. അരിപ്പൊടി ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഞെക്കി ഞെക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ, സ്ക്രബ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഞെക്കി ഞെക്കി എടുത്തിട്ട് നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഫേസും കൂട്ടത്തിൽ നെക്കും കൂടി സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളിടത്തൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
അപ്പം ഞാനിതാ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൈയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ തക്കാളി മൊത്തത്തിൽ തീരുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് ഇപ്പം നമ്മൾ ഈ കൈമുട്ടിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ നല്ലതാണ്. അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കൈമുട്ടിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ചെയ്യാൻ നല്ല മടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്ലീനപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണേ. കൈയോ കാലൊക്കെ സ്ക്രബ് ചെയ്യണമെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ അണ്ടർആംസ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതാണ്. കാരണം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ എന്താ ഒരു തക്കാളിയുടെ പരിപ്പ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത തക്കാളിയും കൂടി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു തക്കാളി എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ കൈയും കാലും ഫേസൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റും. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഫേസും പിന്നെ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ആ പഞ്ചസാരയൊക്കെ ശരിക്കും കൊണ്ടുകയറുന്ന നമ്മൾ എന്താ പറയുക നമ്മുടെ സ്കിന്നിലേക്ക് കൊള്ളുന്നത് അറിയാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് മസാജ് ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ തക്കാളി ഉപയോഗിച്ച് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലിപ്പ് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ലിപ്പിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് മാറാനും പിന്നെ ലിപ്പിൽ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോകാനൊക്കെ നന്നായിട്ട് സഹായിക്കും. അപ്പം ഞാനിതാ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ തന്നെ കഴുകാം. കുറച്ച് സമയം നമ്മുടെ സ്കിന്നിൽ അതുപോലെ തന്നെ അത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, അതും നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴുകിയിട്ട് വരാം. ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പം ഞാനിതാ ഫേസ് കഴുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക ഫേസിൽ വരുന്നൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾ ഏത് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലും നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം അതാണ് നമ്മുടെ ഫേസിൽ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തരുന്നത്. കാരണം ഇത് കണ്ടോ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഈ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്തിട്ടും ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു നൂല് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ തയ്ക്കുന്ന നൂലില്ലേ, നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന നൂലില്ലേ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2-3 മടക്കാക്കി എടുക്കുക. പിന്നെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ നൂലെടുക്കുക. എന്നിട്ട് നൂല് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. നനച്ചെടുത്തിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടുന്ന് നമുക്കിതിങ്ങനെ ഇങ്ങനെ വടിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത് ഇതാ ഇവിടെയും പിന്നെ ഈ മൂക്കിൻ്റെ 2 സൈഡിൽ ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എല്ലാവർക്കും അവിടെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നൂല് ഉപയോഗിച്ച് അങ്ങനെ വലിയ രീതിയിലുള്ളവരാണെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം എൻ്റെ ഫേസിൽ അങ്ങനെ ഒരുപാടൊന്നുമില്ല, സ്ക്രബ് ചെയ്താൽ പോകാവുന്ന വൈറ്റ് ഹെഡ്സ് മാത്രമേ എൻ്റെ ഫേസിലുള്ളൂ. നിങ്ങൾക്ക് വലിയ രീതിയിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഫേസിൽ മൊത്തത്തിലൊന്ന് നൂല് ഉപയോഗിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് സഹായിക്കും. കുറച്ച് പേർക്കൊക്കെ ഇവിടെയൊക്കെ കൂടുതലായിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ കാണും ചിലവർക്കൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇപ്പം ഞാൻ കാണിച്ച പോലെ നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. നൂല് ഉപയോഗിച്ചിട്ട് ചിലപ്പം വലിക്കുമ്പോൾ ചെറിയൊരു റെഡ് കളറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് സ്വാഭാവികമാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്തു, ഇപ്പോൾ നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ വലിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞല്ലോ സ്കിന്നിലൊക്കെ ചെറിയൊരു റെഡ് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയൊരു മസാജിങ് ആണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് മസാജിങ് ആണ്. അപ്പോൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ ഓയിലാണ് കേട്ടോ. ഞാനിങ്ങനെ സ്കിൻ കെയർ ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓയിൽ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്തവർ, ഇപ്പോൾ മുഖക്കുരുവൊക്കെ ഉള്ളവർ, ഓയിലി സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഓയിൽ ഉപയോഗിക്കാൻ പറ്റാത്തവർ, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓയിൽ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയം ചൂടൊക്കെ ആയതുകൊണ്ട് ഐസ് ക്യൂബ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്.
അപ്പോൾ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാം. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയാലും മതി. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു മസാജിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് അലോവേറയും തേനും ഉപയോഗിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്നവരാണ്, നിങ്ങളുടെ കയ്യിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നന്നായിട്ട് ഈ ഒരു മസാജിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിന് ആ ഒരു എന്താ പറയുക നാച്ചുറൽ ബ്രൈറ്റ്നസ് വരാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഒരു ഓയിൽ മസാജിങ് കൂടി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓയിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ പിന്നെ ആഴ്ചയിൽ ഒരു 2 തവണ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കേട്ടോ. ചിലവർക്ക് ഓയിൽ ഉപയോഗിച്ച് അപ്പം മൂക്കുരുമൊക്കെ വരും. അങ്ങനെയുള്ളതാണ് ഉപയോഗിക്കേണ്ട. ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പം ഞാനിതാ നന്നായിട്ട് തന്നെ ഫേസ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ഐസ് ക്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു കോട്ടൺ തുണിയിലൊക്കെ കവർ ചെയ്തിട്ട് നിങ്ങൾ മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഇനി ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫേസ് വാഷ് എന്തെങ്കിലും നിങ്ങൾ എന്താണോ ഉപയോഗിച്ച് കഴുകുന്നത് അത് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് കഴുകുക കേട്ടോ. അപ്പം ഞാൻ കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മൾ മുഖം കഴുകി വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂട്ടോ. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാവും. അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലീനപ്പ് ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഫേസിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതല്ലേ. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ഫേസിലും നെക്കിലൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പോൾ ഡെയിലി പുറത്തൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചൂട് സമയമൊക്കെയാണ്, ഫേസൊക്കെ കരിവാളിപ്പൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.